അസ്സലാമലൈക്കും. വളരെയേറെ ബെനിഫിറ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിയായ വളരെ പെട്ടെന്ന് സിമ്പിളായി വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചാമയരിയാണ്. ഈ ചാമയരിക്ക് നല്ലപോലെ വേവുണ്ട്. 1 കപ്പ് ചാമരിയാണ് ഞാനിവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഈ പറയപ്പെട്ട 30 മിനിറ്റിന് ശേഷം ഇതൊന്നുകൂടെ കഴുകി വെള്ളം വാരാനായിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ്. ചാമയരി കൊണ്ടുണ്ടാക്കുന്ന ഉപ്പുമാവ്. ഇത് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു കുക്കറിൽ വെച്ചാണ്. ഇത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഈ കുക്കറിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്ത് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പൊട്ടുകടലയും ചേർത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് 1 കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് അത് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. 1/4 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് തന്നെ ബീൻസ് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ചോപ്പ് ചെയ്തതല്ല, ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. എരിവിനാവശ്യമായ പച്ചമുളക്, കറിവേപ്പില, 1 സവാള, ചെറിയൊരു സവാള, വലുതാണെങ്കിൽ പകുതി, അതും ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ച ചാമയരി ഉണ്ടല്ലോ, വെള്ളം വാരാൻ വെച്ചത്, അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്കായിട്ട് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ചാമയരിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഇത് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. വീണ്ടും 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലെ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കേണ്ടത്. ഈ പറഞ്ഞ രീതിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടുമേ അടി പിടിക്കാത്തൊരു ഉപ്പുമാവായിരിക്കും കേട്ടോ. ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. ഇനി ഉപ്പുമാവിലേക്കായിട്ട് ഒരു പണിയും ബാക്കിയില്ല. ഒരൊറ്റ വേവിൽ തന്നെ ഉപ്പുമാവിന്റെ എല്ലാ പണിയും തീർന്നു കിട്ടി. ഇനി നമുക്ക് ആവശ്യാനുസരണം വിളമ്പിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഉപ്പുമാവിലേക്ക് ചിലരെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ കറിയായിരിക്കും കൂട്ടുന്നത്. എന്നാൽ ഇവിടെ പതിവ് പഴം പുഴുങ്ങിയതാണ്. ഉപ്പുമാവിനോട് പഴം പുഴുങ്ങിയത് കൂട്ടിച്ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.